നമുക്ക് ഈ ചാപ്റ്ററിലെ തന്നെ ബൈനോമിയൽ തിയറത്തിലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഇഫ് ദ 17th term and 18th term in the expansion of 2 plus a all raised to 50 are equal. അതായത് 2 plus a whole raised to 50 ഇതിൻ്റെ എക്സ്പാൻഷനിലത്തെ 17th ടേമും 18th ടേമും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാല്യൂ ഓഫ് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. എക്സ്പാൻഷൻ വരുമ്പോൾ ഇവിടെ ബിയുടെ പൊസിഷനിൽ നിൽക്കുന്നത് എ ആണ്. എങ്കിൽ എയുടെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിന് അവർ തന്നിരിക്കുന്നത് 17th ടേമും 18th ടേമും ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്നത് എടുത്തെഴുതാം. 17th ടേം അതായത് T17 ദാറ്റ് ഈസ് ഈക്വൽ ടു T18. ടേം 18ഉം ടേം 17ഉം ഈക്വലാണ്. ഇനി നമുക്കിവിടെ 17th ടേം ആയിക്കോട്ടെ 18th ടേം ആയിക്കോട്ടെ കണ്ടുപിടിക്കണമെങ്കിൽ ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ വേണം. ജനറൽ ടേമിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ ജനറൽ ടേം കാണാനുള്ള ഇക്വേഷൻ TR+1 ഈക്വൽ ടു NCR A raised to N minus R B raised to R എന്നുള്ളതാണ് ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 17th ടേമും 18th ടേമും കണ്ടുപിടിക്കാൻ പറ്റും. എങ്കിൽ 17th ടേം എന്ന് വരുമ്പോൾ ജനറൽ ഇക്വേഷനായിട്ട് വരുമ്പോൾ ഇവിടെ TR+1 എന്നുള്ളിടത്ത് 16+1 ആവും. അതായത് ടേം 17 ആണെങ്കിൽ അവിടെ R എന്നുള്ളത് എത്രയാണ്? 16 ആണ്. അതുപോലെ ടേം 18 ആണെങ്കിൽ ഇവിടെ ടേമിൽ R എന്നുള്ളിടത്ത് 17 ആയിരിക്കും. അപ്പം നമുക്കിവിടെ R എന്നുള്ളത് ഈക്വൽ ടു 17th ടേം ആണെങ്കിൽ R എന്നുള്ളത് എത്ര വരും? R ഈക്വൽ ടു 16 വരും. അതുപോലെ 18th ടേം ആണെങ്കിൽ R ഈക്വൽ ടു 17 വരും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ടേം എത്രയാണോ, ടേമിൻ്റെ നമ്പർ എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ R എന്ന് പറയുന്നിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട നമ്പർ കിട്ടും. ഇനി നമ്മളിവിടെ ബൈനോമിയൽ നോക്കിയിട്ട് ജനറൽ ടേം എഴുതാൻ പോവുകയാണ്. അപ്പോൾ 17th ടേമിൻ്റെ ജനറൽ ടേം അറിയണം. 17th ടേമിൻ്റെ ജനറൽ ടേം എങ്ങനെയാണ് എഴുതുക? NCR A raised to N minus R B raised to R എന്നാണ് എഴുതുക. ഇവിടെ 17th ടേമിൻ്റെ NCR എന്ന് എഴുതുമ്പോൾ N 50 ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എടുത്തെഴുതാം. 2 plus a all raised to 50 ആണ് നമ്മുടെ ബൈനോമിയൽ. എങ്കിൽ N ഈക്വൽ ടു എത്രയാണ് വരിക? N ഈക്വൽ ടു 50 ആണ് വരിക. A ഈക്വൽ ടു എത്രയാണ് വരിക? ആദ്യത്തെ നമ്പർ എത്രയാണോ അത് 2 ആണ് ആദ്യം കിടക്കുന്നതെങ്കിൽ A ഈക്വൽ ടു 2 എന്ന് വരും. ബിയുടെ പൊസിഷനിൽ എന്താണ് വരിക? ബിയുടെ പൊസിഷനിൽ A എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ ജനറൽ ടേം എഴുതുമ്പോൾ N എന്ന് എഴുതുന്നിടത്തൊക്കെ 50 എന്ന് എഴുതേണ്ടി വരും. A എന്ന് എഴുതുന്നിടത്ത് 2 എന്ന് എഴുതേണ്ടി വരും. ബിയുടെ പൊസിഷനിൽ A എന്നാണ് എഴുതേണ്ടി വരിക. അപ്പോൾ ഇനി ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ പ്രകാരം നമ്മൾ 17th ടേമിനെയാണ് എഴുതുന്നത്. 17th ടേമിന് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി 17th ടേം ആണെങ്കിൽ R എന്ന് പറയുന്നത് 1 ആണ് വരിക. എങ്കിൽ ജനറൽ ടേം എഴുതുകയാണ് NCR എന്ന് പറയുമ്പോൾ 50C 17th ടേമിൽ 16 ആണ് Rൻ്റെ പൊസിഷനിൽ. ഇനി A raised to N minus R ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ 2 raised to N എന്ന് പറയുന്നത് 50 ആണ് മൈനസ് R എന്ന് പറയുന്ന പൊസിഷനിൽ ഇവിടെ 16 ആണ്. ഇനി ബിയുടെ പൊസിഷനിൽ B raised to R ആണ് അടുത്ത് എഴുതേണ്ടത്. ബിയുടെ പൊസിഷനിൽ A എന്ന് എഴുതണം. A raised to Aയുടെ പവർ എത്രയാണ് വരിക? B raised to R എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കണക്കിൽ നോക്കൂ, R എത്രയാണ്? 16 ആണ്. R എന്ന് കിട്ടി. എങ്കിൽ A raised to 16 എഴുതും. ഈക്വൽ ടു ഇവിടെ എന്തെഴുതും? 18th ടേമിൻ്റെ ആണ് നമ്മൾ ജനറൽ ടേം എഴുതുന്നത്. എങ്കിൽ 50 തന്നെയാണ് ഇവിടെ ഒറ്റ ബൈനോമിയലേ ഉള്ളൂ. ഇതിൻ്റെ എക്സ്പാൻഷനിൽ നിന്നാണ് 17th ടേമും 18th ടേമും എടുത്തിരിക്കുന്നത്. എങ്കിൽ N 50 തന്നെയാണ്. അപ്പോൾ 50C R എന്നുള്ള പൊസിഷനിൽ 18th ടേം ആണെങ്കിൽ R ഈക്വൽ ടു 17 ആണ്. അപ്പോൾ 17. ഇനി A എന്നുള്ള പൊസിഷനിൽ ഇവിടെ 2 ആണ് A എന്നുള്ളത്. അപ്പോൾ 2 raised to N minus R. അപ്പോൾ 15 മൈനസ് 17 എന്ന് വരും. ഇനി അടുത്തത് B raised to R എന്ന് എഴുതണം. B എന്നുള്ളത് ഇവിടെ എത്രയാണ്? B എന്നുള്ളത് നമ്മുടെ പ്രോബ്ലത്തിൽ A ആണ്. എങ്കിൽ A raised to R എന്നാണ് എഴുതേണ്ടത്. ഇവിടെ R എത്രയാണ്? 18th ടേമിൽ R 17 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്.
ഇത് 17th ടേമിൻ്റെ ജനറൽ ടേമാണ്, ഇത് 18th ടേമിൻ്റെ ജനറൽ ടേമാണ്. ഇനി നമുക്കിവിടെ കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം, അല്ലാത്തത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എയുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ 50C16 അവിടെ തന്നെ നിർത്തി 2 2 50 - 16, അപ്പോൾ എത്ര വരും? 2 34 എന്ന് വരും. 50 നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ 34, അപ്പോൾ 2 34. ഇനി A16 അവിടെയുണ്ട് ഈക്വൽ ടു 50C17 അവിടെ നിർത്തി 2 50 - 70, 50 നിന്ന് 17 കുറച്ച് എഴുതുക, അപ്പോൾ 33 A17. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ ടേംസിനെയൊക്കെ ഒരു സൈഡിലേക്ക് കടത്തുക, ബാക്കി ടേംസിനെയൊക്കെ മറ്റേ സൈഡിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ 50C16 അവിടെ നിർത്തി, 2 34 ഇവിടെ നിർത്തി, A16 ഇങ്ങോട്ട് കടത്തണം, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കടത്തുന്നു. അപ്പോൾ ഒരു പ്രത്യേകത ഇവിടെ A16 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇനി നമുക്കിവിടെ ആവശ്യമില്ലാത്ത ടേമുകൾ 50C17 നമുക്കവിടെ ആവശ്യമില്ല, 2 33 അവിടെ ആവശ്യമില്ല. ഇവർ മൾട്ടിപ്ലിക്കേഷനാണ്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 50C17 എന്നുള്ളത് താഴെ ഡിവിഷനായിട്ട് വരും. അതുപോലെ 2 33 എന്നുള്ളതും ഇപ്പുറത്തേക്ക് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. ഇവിടെ ബാക്കിയുള്ളത് A17 ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ A16 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അത് ഡിവിഷനായിട്ട് അടിയിൽ വരും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോം അവിടെ കിട്ടുക. ഇനി നോക്കുക, 2 34 എന്ന് പറഞ്ഞാൽ എന്താ? 2 34 2നെ 2 × 2 × 2 × 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം 34 ടൈംസ്. 34 തവണ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, അതായത് 2നെ ഗുണിച്ച് എഴുതണം 34 പ്രാവശ്യം. അടിയിൽ 2 33 ഉണ്ട്. 2 33 എന്ന് പറഞ്ഞാൽ എന്താ? 2നെ 33 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, അതായത് 33 ടൈംസ് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 × 2 × 2 × 2 എന്ന് എഴുതുമ്പോൾ 33 തവണ എഴുതണം. അപ്പോൾ നോക്കൂ, ഇവിടെ അടിയിൽ 2 33 ഉണ്ട്, അതുപോലെ 2 34. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് മുകളിൽ 2 33 ഉണ്ട്, വീണ്ടും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ 2 34 വരണേ. അപ്പോൾ 2 33നെയും 2 33നെയും കട്ട് ചെയ്ത് കളയാം, മുകളിൽ ഒരു 2 നമുക്ക് ബാക്കി വരും. അപ്പോൾ 2 33 അടിയിലുണ്ട്, 2 33 മുകളിലും ഉണ്ട്, എക്സ്ട്രാ 34 ആണുള്ളത്, അപ്പോൾ ഒരു 2 അവിടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 2നെ അവിടെ നിർത്തി. ഇനി 50C16 × 2 ഡിവൈഡഡ് ബൈ 50C17 എന്ന് വന്നു നമുക്ക് ഈക്വൽ ടു. ഇവിടെയും അതുപോലെ തന്നെ മുകളിൽ A × A × A എന്ന് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ A മൾട്ടിപ്ലൈഡ് വിത്ത് A എന്ന് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം? എനെ 17 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. താഴെയോ എനെ 16 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ A16 ഇവിടെയുണ്ട്, മുകളിൽ 17 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നുണ്ട്, അതിൽ A16 കട്ട് ചെയ്യാം, ബാക്കി എന്ത് വരും? ഒരു A അവിടെ ബാക്കി ഉണ്ടാവും. പറഞ്ഞത് പിടികിട്ടിയോ? ഇനി ഇവിടെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2 ഇതിൻ്റെ ആൻസർ എന്താണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? 2 × 2 × 2 × 2 × 2 ഇങ്ങനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണതാണ് മുകളിൽ 5 പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. അടിയിൽ 2 × 2 പവർ എത്രയാണ്? 2. അപ്പോൾ 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അടിയിലത്തെ 2 × 2 പോവും, മുകളിലത്തെ 2 × 2 പോവും. ആൻസർ 2³ എന്നാണ് റിസൾട്ട് വരിക. ഇത് കിട്ടാൻ വേണ്ടി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. 2 5 - 2 ചെയ്താൽ മതി, പവറുകളെ കുറച്ച് എഴുതിയാൽ മതി, അപ്പോഴും നമുക്ക് 2³ എന്ന ആൻസർ വരും. ഇത് ഒരു ഫോർമുലയാണ്. x⁻m ഡിവൈഡഡ് ബൈ x⁻n വരികയാണെങ്കിൽ x⁻, പവറുകൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഡിവിഷനാണ് വരുന്നതെങ്കിൽ x⁻m, അതായത് ഒരേ സാധനം എക്സ് എന്ന് പറഞ്ഞ ബേസ് സെയിം ആയിരിക്കണം, പവറുകൾ മാത്രം വ്യത്യാസം. രണ്ടുപേരും തമ്മിൽ ഡിവിഷൻ ആണെങ്കിൽ പവറുകളെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ എക്സിനെ അങ്ങനെ തന്നെ എഴുതും, എന്നിട്ട് പവറുകളെ മൈനസ് ചെയ്ത് എഴുതും. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, എനെ അങ്ങനെ തന്നെ എഴുതുക, പവറുകളെ മൈനസ് ചെയ്യുക, 17 ൽ നിന്ന് 16 മൈനസ് ചെയ്യുക.
ഇപ്പോൾ ഇക്വേഷനൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ ജസ്റ്റ് മനസ്സിലാക്കാം നമുക്ക്. അടിയിലെ എനെ 16 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്, മുകളിലെ എനെ 17 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, എ ഇൻറ്റു എ ഇൻറ്റു എ. അപ്പോൾ അടിയിൽ 16 പ്രാവശ്യം എഴുതിയത് കട്ട് ചെയ്യും, മുകളിലും 16 പ്രാവശ്യം. ഇതുപോലെ ഈക്വൽ ആയിട്ടുള്ള എണ്ണം കട്ട് ചെയ്ത് പോകും. അവിടെ ഈക്വൽ ആയിട്ടുള്ള എണ്ണം കട്ട് ചെയ്ത് പോകും, ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവും. അപ്പോൾ 16 പ്രാവശ്യം എഴുതിയെന്ന് 16 പ്രാവശ്യം എഴുതിയെന്ന് കട്ട് ചെയ്ത് പോകും, ബാക്കി അവിടെ ഒരു എ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എ എന്ന റിസൾട്ട് വരും. അപ്പോൾ a⁻17 ഡിവൈഡ് ബൈ a⁻16 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ 50C16 ആണ്, 50C16, അതായത് കുറച്ച് വലിയ നമ്പേഴ്സാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് വെച്ച് ചെയ്യണം? ഫോർമുല വെച്ച് ചെയ്യണം, കോമ്പിനേഷൻ്റെ ഫോർമുല വെച്ച് ചെയ്യണം. കോമ്പിനേഷൻ ഒരു ഫോർമുലയുണ്ട്, NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. n എന്ന് പറയുന്നത് മുകളിൽ എഴുതിയിരിക്കുന്ന പവർ, അതിന് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r എന്ന് പറയുന്നത് അടിയിലുള്ളത്. അപ്പോൾ r ഫാക്ടോറിയൽ ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം? n-ൽ നിന്ന് n എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് r എന്ന് പറയുന്ന നമ്പർ കുറയ്ക്കുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം 50C16 നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 50 ആണ്, അപ്പോൾ 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r എന്നുള്ള പൊസിഷനിൽ 60 ആണ്, അപ്പോൾ 60 ഫാക്ടോറിയൽ ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം? n-ൽ നിന്ന് r എന്നുള്ള നമ്പർ കുറയ്ക്കണം. അപ്പോൾ 50 മൈനസ് 60, ഇനി ഫാക്ടോറിയൽ ഇടണം, ഇൻറ്റു അവിടെ ഓൾറെഡി എന്തുണ്ട്? 2 ഉണ്ട്, ഈക്വൽ ടു എ ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ അടിയിലുള്ള കോമ്പിനേഷനും ഇതുപോലെ ചെയ്യണം. 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r എന്നുള്ളത് 70 ഫാക്ടോറിയൽ ഇൻറ്റു 50 മൈനസ് 70 ഫാക്ടോറിയൽ. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആദ്യം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 50 മൈനസ് 16 എന്ന് വരും, ഇവിടെ എത്ര വരും? 34 ഫാക്ടോറിയൽ എന്ന് വരും, 34 ഫാക്ടോറിയൽ എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ 50 മൈനസ് 17 33 ഫാക്ടോറിയൽ എന്ന് വരും. നോക്കിക്കോളൂ, 50 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 60 ഫാക്ടോറിയൽ ഇൻറ്റു 50 മൈനസ് 16 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 50 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 50 മൈനസ് 17 ഫാക്ടോറിയൽ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് 50 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ 60 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതുക. 50 മൈനസ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34, അപ്പോൾ 34 ഫാക്ടോറിയൽ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതൊരു ഫ്രാക്ഷനാണ്, ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് ഡിവൈഡഡ് ആയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ റെസിപ്രോക്കൽ ചെയ്യാം. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ അടിയിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ അടിയിലുമായിട്ട് വരും. അപ്പോൾ 17 ഫാക്ടോറിയൽ ഇൻറ്റു 50 മൈനസ് 17 ഫാക്ടോറിയലിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൂടി എഴുതുന്നു. 50 മൈനസ് 17 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33. അപ്പോൾ 33 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി അപ്പോൾ ഡിനോമിനേറ്റർ മുകളിൽ വന്നു, ഇനി ന്യൂമറേറ്റർ അടിയിൽ എഴുതുന്നു 50 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ഡിവിഷനെ നമ്മൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഡിവിഷനെ എളുപ്പമാക്കാൻ വേണ്ടി അത് റെസിപ്രോക്കൽ ചെയ്ത് മൾട്ടിപ്ലിക്കേഷനായി, അതായത് തല തിരിച്ചിട്ട് പിന്നെ ഗുണിക്കുകയാണ് വേണ്ടത്. ഇനി അവിടെ ഓൾറെഡി ഒരു ഇൻറ്റു 2 ഉണ്ടായിരുന്നു, അപ്പോൾ അതിനും കൂടി എഴുതണം. ഓൾറെഡി ഒരു ഇൻറ്റു 2 ഉണ്ട്, അപ്പോൾ അതിനും കൂടി അങ്ങോട്ട് എഴുതണം, ഈക്വൽ ടു എ. ഇനി 50 ഫാക്ടോറിയൽ ഒരേ സാധനം, ഫാക്ടോറിയലിൻ്റെ ചിഹ്നവും ഫാക്ടോറിയൽ ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ. 50 ഫാക്ടോറിയൽ ഒരേ നമ്പറാണ് വരിക. 50 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 50 ഇൻറ്റു 49 ഇൻറ്റു 48 ഇൻറ്റു 47 ഇൻറ്റു അങ്ങനെ എക്സിട്ര 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴാണ് 50 ഫാക്ടോറിയൽ കിട്ടുക. എന്തായാലും 50 ഫാക്ടോറിയലും എന്തായാലും സെയിം ആയിരിക്കും, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഫാക്ടോറിയൽ എങ്ങനെയാണ് എഴുതുക. ഇപ്പോൾ 70 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 17 ഇൻറ്റു 16 ഇൻറ്റു, അതായത് വാല്യൂ കണ്ടുപിടിക്കുക, ഇങ്ങനെ താഴേക്ക് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിട്ര അങ്ങനെ ഇൻറ്റു 1 വരെ എഴുതണം. 17 ഇൻറ്റു 16 ഇൻറ്റു 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു അങ്ങനെ എഴുതി ഇൻറ്റു 1 വരെ ചെയ്താലാണ് നമുക്ക് 17 ഫാക്ടോറിയൽ കിട്ടുക. അപ്പോൾ 16 ഫാക്ടോറിയൽ എങ്ങനെയാണ് കിട്ടുക? 60 ഫാക്ടോറിയൽ ആലോചിച്ച് നോക്കൂ. 60 ഇൻറ്റു, അതായത് 16 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 16 ഇൻറ്റു 15 ഇൻറ്റു 14 ഇൻറ്റു അങ്ങനെ എക്സിട്ര ഇൻറ്റു 1, അതായത് ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ കിട്ടും.
അപ്പോൾ നമുക്കിവിടെ ആവശ്യം 17 ഫാക്ടോറിയലിനെ വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അതായത് 17 ഫാക്ടോറിയലിനെ നമുക്ക് 17 അവിടെ നിർത്തിയിട്ട് ഇൻറ്റു 16, 15, 14, 13 ഇൻറ്റു 1 വരെ എഴുതുന്നത് 16 ഫാക്ടോറിയലിന് എഴുതാം. അപ്പോൾ 17 ഫാക്ടോറിയലിനെ വേറൊരു രൂപത്തിലേക്കാക്കി മാറ്റി 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ മാറ്റി എഴുതുകയാണെങ്കിൽ ഇപ്പോൾ 17 ഫാക്ടോറിയലിനും 16 ഫാക്ടോറിയലിനും നമുക്ക് ഒരുമിച്ച് വെട്ടിക്കളയാൻ പറ്റില്ല. പകരം ഇങ്ങനെ മാറ്റി എഴുതുകയാണെങ്കിൽ അവിടെ 16 ഫാക്ടോറിയൽ വരുമ്പോൾ 16 ഫാക്ടോറിയലും സെയിം ആൻസർ അല്ലേ വരിക. അപ്പോൾ അതിനെന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. അതുപോലെ നമുക്ക് ഇനി ഇവിടെ പ്രോബ്ലത്തിൽ ആവശ്യം 34 ഫാക്ടോറിയലിനെ മാറ്റി എഴുതണം. 34 ഫാക്ടോറിയലിനെ ഇവിടെ 33 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്. 33 ഫാക്ടോറിയൽ നിന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ 34 ഫാക്ടോറിയലിനെ ഇതേപോലെ എങ്ങനെ മാറ്റും? 34 ഇൻറ്റു 33 ഫാക്ടോറിയലിന് എഴുതാം. അപ്പോൾ 34 ഫാക്ടോറിയലിനും 17 ഫാക്ടോറിയലിനും ഇവിടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അത് കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയൊരു നമ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 17 ഫാക്ടോറിയൽ ബാക്കി വന്നിരിക്കുന്ന നമ്പേഴ്സിനെ മാത്രം ഒന്ന് എടുത്ത് എഴുതുന്നു. അതിനുശേഷം നമുക്ക് മുകളിൽ ഇനി ഇൻറ്റു 2 കൂടി ഉണ്ട്. അടിയിൽ 60 ഫാക്ടോറിയൽ ഉണ്ട്, അതുപോലെ 34 ഫാക്ടോറിയൽ ഉണ്ട്, പിന്നെ വേറൊന്നുമില്ല, ഈക്വൽ ടു എ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് 17 ഫാക്ടോറിയലിനും അതുപോലെ 34 ഫാക്ടോറിയലിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 17 ഫാക്ടോറിയലിന് പകരം 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ എന്ന് പറയുന്നു. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇനി ഇങ്ങോട്ട് 16, 15, 14, 13, 12 അങ്ങനെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതറിയാം നമുക്ക്. ഇനി 33 ഫാക്ടോറിയലിനെ അങ്ങനെ തന്നെ നമ്മൾ എഴുതുന്നു, ഇൻറ്റു 2നെ അങ്ങനെ തന്നെ എഴുതുന്നു, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്, 16 ഫാക്ടോറിയൽ അടിയിൽ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി എഴുതേണ്ടത് 34 ഫാക്ടോറിയലിനെയാണ്. 34 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം, 34 ഇൻറ്റു 33 ഫാക്ടോറിയലിന് എഴുതാം. അതായത് 34 ഇൻറ്റു 33 ഫാക്ടോറിയലിന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഈക്വൽ ടു ഇവിടെ എ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, 33 ഫാക്ടോറിയലും സെയിം ആണ്. അപ്പോൾ കട്ട് ചെയ്ത് കളയാം. 16 ഫാക്ടോറിയലും സെയിം ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. ഇനി 17 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 34. 17 ആണ് ഇവിടെ ബാക്കി വന്നിരിക്കുന്നത്, പിന്നെ ഇൻറ്റു 2 ഉണ്ട് ഇവിടെ, ഡിവൈഡഡ് ബൈ അടിയിലെ 34 ഉണ്ട്. ഇനി 17 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 34 ആണ്. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 34 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇറക്കിയിടുക. 34 ഡിവൈഡ് ബൈ 34 എന്ന് പറഞ്ഞാൽ 1. ദെൻ എ ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ദ 8th ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് √2 പ്ലസ് √3 ഹോൾ റേസ് ടു 7 ഈസ് ഡാഷ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും കുട്ടികളെ സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 8th ടേം കണ്ടുപിടിക്കണം. ഈ എക്സ്പാൻഷനത്തെ 8th ടേം കണ്ടുപിടിക്കണം. ഏത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആദ്യം ജനറൽ ടേം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ വാല്യൂസ് ആറിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്കിലാണ് നമുക്ക് 8th ടേം കിട്ടുക. അപ്പോൾ ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ജനറൽ ടേം TR+1 ഈക്വൽ ടു NCR A⁻n−r B⁻r. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ബൈനോമിയൽ ഇതേ കിടക്കണു, അതിൽ പവർ 7 ആണെങ്കിൽ n ഈക്വൽ ടു എത്രയാണ് വരിക, 7 എന്ന് കിട്ടും നമുക്ക്. ഇനി ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, എ ഈക്വൽ ടു √2 ആണ്, ബി ഈക്വൽ ടു പ്ലസ് √3. അപ്പോൾ ബി ഈക്വൽ ടു √3 എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മളോട് പറഞ്ഞത് 8th ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 8th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 6 എത്രയായിരിക്കും, 8th ടേം ആവണമെങ്കിൽ 6 എത്ര വന്നാലാണ് 8th ടേം വരിക, 7. അപ്പോൾ ആലോചിക്കുക, ടേം നമ്പർ എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 6ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ടേം ഇവിടെ 8 ആണെങ്കിൽ 8th ടേം ആണെങ്കിൽ അവിടെ r ഈക്വൽ ടു 7 ആയിരിക്കും. അപ്പോൾ ടേമിൻ്റെ നമ്പർ അറിയാമെങ്കിൽ 6 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 1 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാൻ പറ്റും, 7 + 1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 6 കിടക്കുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കൂടിയുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു n എന്നുള്ളത് പ്രോബ്ലത്തിൽ എത്രയാണ്, n എന്നുള്ളത് 7 ആണ്. സി ഇവിടെ 6 എന്നുള്ളതും എത്രയാണ്, 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6 7 ആണ്. ഇനി എ എന്നുള്ളത് ഇവിടെ √2 ആണ്, റേസ് ടു n എന്നുള്ളത് പ്രോബ്ലത്തിൽ ബൈനോമിയലിൻ്റെ പവർ 7 മൈനസ്
ഇനി ഇവിടെ നോക്കിയാൽ മതി, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് n 7 ആണ്, r 7 ആണ്. അത് കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി b എന്നുള്ളത് √3 ഓൾ റേസ് ടു r എത്രയാണ് കിട്ടിയത്? 8th ടേം ആയതുകൊണ്ട് 7 ആണ് r. ഓക്കെ, എങ്കിൽ 7c7 എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് വരിക. 7c7 എന്ന് വന്നു കഴിഞ്ഞാൽ അത് 1 ആയിട്ട് പോവും. എങ്കിൽ അവിടെ 1 ഇൻറ്റു √2 ഹോൾ റേസ് ടു 7 മൈനസ് 7 0 ആണ്. എന്തിൻ്റെ പവറും 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഏത് സംഖ്യ ആയിക്കോട്ടെ അതിൻ്റെ പവർ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 1 ആണ്. ഇനി √3 റേസ് ടു 7, അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു √3 റേസ് ടു 7 എന്ന് വരും. ഇനി √3 റേസ് ടു 7 മാത്രം നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് √3 റേസ് ടു 7 കാണാൻ അറിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. √3 ഇൻറ്റു √3 എത്ര? 2 √3 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ആണ് ആൻസർ വരിക. അതായത് √3 സ്ക്വയർ ഈക്വൽ ടു 3 ആണ്. എങ്കിൽ ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട് നോക്കിയാൽ മതി. എങ്ങനെയാണ് അപ്പോൾ നോക്കുക? √3 നമുക്ക് സ്ക്വയർ √3 സ്ക്വയർ ഇൻറ്റു √3 എന്ന് എഴുതാൻ പറ്റും. എഴുതിക്കൂടെ? √3 7 നമുക്ക് വേണമെങ്കിൽ √3 സ്ക്വയർ ഇൻറ്റു √3 സ്ക്വയർ ഇൻറ്റു √3 എന്ന് എഴുതാൻ പറ്റും. അതായത് പവേഴ്സ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 7 കിട്ടിയാൽ മതി. 2 2 4 4 2 6 6 1 കൂട്ടുമ്പോൾ 7 കിട്ടും. അപ്പോൾ ശരിയാണ് എഴുതിയിരിക്കുന്നത്. √3 സ്ക്വയർ ഈക്വൽ ടു 3 ആണ്. √3 സ്ക്വയർ ഈക്വൽ ടു 3 ആണ്. √3 സ്ക്വയർ ഈക്വൽ ടു 3 ആണ്. ഇനി അവസാനം ഒരു √3 മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 √3 എന്ന് വരും. അതായത് 3 ക്യൂബ് √3. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാലും നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അല്ലെങ്കിൽ വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x raised to 6 y raised to 3 in the expansion of x plus 2y all raised to 9. അപ്പോൾ ഇവിടെ നമുക്ക് x raised to 6 y raised to 3യുടെ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മുടെ ജനറൽ ടേമിൽ x raised to 6 y raised to 3 ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജനറൽ ടേം കണ്ടുപിടിക്കണം. TR plus 1 equal to NCR A raised to n minus r b raised to r. ഇനി നമ്മുടെ ബൈനോമിയൽ എന്ന് പറയുന്നത് x പ്ലസ് 2y raised to 9 ആണ്. എങ്കിൽ ഇവിടെ a എന്ന് പറയണത് x ആണ് ആദ്യത്തെ ടേം, b എന്ന് പറയണത് 2y ആണ് രണ്ടാമത്തെ ടേം. ഇവിടെ n ഈക്വൽ ടു എത്രയാണ്? n എന്ന് പറയണത് പവറായിട്ട് കിടക്കുന്ന സംഖ്യയാണ്, 9 ആണ്. എങ്കിൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജനറൽ ടേമിൻ്റെ ഇക്വേഷനിൽ ഈ അറിയുന്ന സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജനറൽ ടേം കിട്ടും. ജനറൽ ടേം TR plus 1 ഈക്വൽ ടു n എന്നുള്ളിടത്ത് 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C അങ്ങനെ തന്നെ എഴുതുക. R നമുക്കറിയില്ല, അപ്പോൾ R തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എന്നുള്ളിടത്ത് x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾ റേസ് ടു പവർ 9 മൈനസ് 6 എന്ന് വരും. ഇനി B എന്നുള്ളത് 2y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റേസ് ടു R നമുക്കറിയില്ല, R അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിന് ശേഷം ഇതിനൊന്ന് ചെറുതാക്കി, അതായത് സിംപ്ലിഫൈ ചെയ്തിടുക. 9CR അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ TR plus 1 ഈക്വൽ ടു 9CR. ഈ x raised to 9 മൈനസ് r അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ x raised to 9 മൈനസ് r. ഇനി ഇവിടെ r എന്നുള്ള പവർ 2-നും അതുപോലെ തന്നെ y-ക്കും ബാധകമാണ്. അപ്പോൾ r കൊണ്ട് 2-ൻ്റെ പവറായിട്ട് എഴുതണം. 2-ന് ആ പവർ കൊടുക്കണം. അപ്പോൾ 2 raised to r. 2 raised to 1 ഇൻറ്റു r ആണ്. അപ്പോൾ 2 raised to r എന്ന് വരും അവിടെ. ഇനി y-ക്കും ആ പവർ വേണം. അപ്പോൾ y raised to 1 ഇൻറ്റു r, y raised to r ഇതിങ്ങനെ വരും. ഇനി ഇവിടെ കോഎഫിഷ്യൻസ് നോക്കുക, അതായത് സംഖ്യകളായിട്ട് വരുന്നത് മാത്രം നോക്കുക. 9CR, ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സംഖ്യയായിരിക്കും. 2 raised to r, 2-ന് r എന്നുള്ളത് ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ ഇതും ഒരു കോൺസ്റ്റൻ്റായി മാറും, ഒരു സംഖ്യയായിട്ട് മാറും. അപ്പോൾ x raised to 9 മൈനസ് r, y raised to r. ഇവിടെ ആറിൻ്റെ വാല്യൂ വന്നാലും അത് എക്സിൻ്റെ പവറായിട്ടുള്ള ഒരു സംഖ്യയായിട്ട് കിടക്കും, വൈയുടെ പവറായിട്ടൊരു സംഖ്യയായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് സംഖ്യകളായിട്ട് വരുന്ന എല്ലാത്തിനെയും ഒരുമിച്ച് എഴുതാം. അതായത് 9CR-നെയും 2 raised to r-നെയും ഒരുമിച്ച് എടുത്ത് എഴുതി. ഇനി x raised to 9 മൈനസ് r ഉണ്ട് നമ്മുടെ കയ്യിൽ, y raised to r ഉണ്ട്. ഇനി നോക്കുക, x raised to 6, y raised to 3 അങ്ങനെ വന്നാൽ ഏതാണ് കോഎഫിഷ്യൻ്റ് വരിക? ഇതാണ് നമ്മുടെ ആ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക. അതായത് x raised to 6, y raised to 3 വന്നാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതാണ് വരിക. എങ്കിൽ നമുക്കിവിടെ
അവരെ എക്സ് റേസ് ടു ഇവിടെ കിടക്കുന്ന എക്സിനെയും വൈനെയും എന്താക്കി മാറ്റാം? എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3 ആക്കി മാറ്റാം. അപ്പോൾ അതിന് എന്ത് വേണം? ഇവരെ ഇക്വേറ്റ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3 എന്നുള്ളത് ഇവിടെ എക്സ് റേസ് ടു 9 - r വൈ റേസ് ടു r. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എക്സ് റേസ് ടു 9 - r വൈ റേസ് ടു r എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? എക്സിനെ എക്സ് റേസ് ടു 6 എന്നും വൈനെ വൈ റേസ് ടു 3 എന്നും ആക്കി മാറ്റണം. എങ്കിൽ നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ എത്ര വന്നാൽ ഇതിങ്ങനെയായിട്ട് മാറും എന്ന് നോക്കാം. അപ്പോൾ എക്സിൻ്റെ പവറുകളെ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എക്സും സെയിം ആണ് എങ്കിൽ അവരുടെ പവറുകൾ സെയിം ആയിരിക്കും. അപ്പോൾ 6 = 9 - r എന്ന് വരും. അതുപോലെ നമുക്ക് എന്ത് നോക്കാം? വൈ ക്യൂബ് വൈ റേസ് ടു r. വൈ സെയിം ആണ് എങ്കിൽ അവരുടെ പവറുകൾ എന്ത് വരും? ഈക്വൽ വരും. അപ്പോൾ 3 = r എന്ന് വരും. അപ്പോൾ നമുക്ക് ഒരു ഹിൻറ്റ് കിട്ടി. 3 = r എങ്കിൽ r 3 ആവും. എങ്കിൽ ഇവിടെയും അത് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാം. 9നെ ഇവിടെ നിർത്തുക, -r ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് -r പോകുമ്പോൾ +r ആയിട്ട് മാറും. ഇനി 6നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കടത്തുക. അപ്പോൾ 6 + 6 ആണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -6 ആവും. ഒരു കാര്യം ആലോചിച്ചാൽ മതി. എന്ത് ചെയ്യണം? മൈനസിൻ്റെ മൈനസ് കളയാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തേക്ക് കടത്തണം. അപ്പോൾ അത് +r ആയി. നമുക്ക് കിട്ടേണ്ട സാധനമായി. ഇനി 6 ഇവിടെ ആവശ്യമില്ല. സംഖ്യകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റണം. ബാക്കിയുള്ളതിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിനെ ഒരു സൈഡിലേക്ക് മാറ്റാം. 9 - 6 എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്ത് നോക്കി. r = 3. അപ്പോൾ r = എന്താണ് നമുക്ക് കിട്ടുന്നത്? 3 ആയിരിക്കണം. ഇവിടെ എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3 വരണമെങ്കിൽ നമ്മുടെ r ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ജനറൽ ടേമിൽ തന്നെ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടു. അതിനുശേഷം ജനറൽ ടേം വീണ്ടും എഴുതിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ജനറൽ ടേം നോക്കിക്കോളൂ. ആറിൻ്റെ പൊസിഷനിൽ നമുക്ക് കിട്ടിയത് 3 ആണ് എങ്കിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 + 1. അപ്പോൾ എത്രാമത്തെ ടേം ആണത്? 3 ആണ് r എങ്കിൽ അത് എത്രാമത്തെ ആയിരിക്കും? 4th ടേം ആയിരിക്കും. അതായത് 3 ആണ് r എങ്കിൽ 4th ടേം. ഇപ്പോൾ 4 ആണ് r എങ്കിൽ അത് 5th ടേം. ടേമിൻ്റെ നമ്പർ ഒരെണ്ണം കൂടുതലായിരിക്കും. 6നേക്കാളും 1 കൂടുതലായിരിക്കും ടേം എന്നുള്ളത് ടേമിൻ്റെ നമ്പർ. അപ്പോൾ ഇവിടെ 3 + 1. അപ്പോൾ ഇത് എന്തെന്ന് കിട്ടി നമുക്ക്? 4th ടേം ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് 4th ടേം എന്ന് എഴുതാം. ഇനി ഇവിടെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 9c3 r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 റേസ് ടു 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 9c3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 റേസ് ടു 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കിക്കോളൂ. എക്സ് റേസ് ടു 9 - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു 9 - 3 6 ആണ് വരിക. വൈ റേസ് ടു എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 3. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. 9c3 കണ്ടുപിടിക്കണം. 9c3 കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക? സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ട് 9 × 8 × 7 എത്ര നമ്പർ താഴേക്ക് എഴുതണം? 3 ആണ് താഴെ കിടക്കുന്ന നമ്പർ. അപ്പോൾ 9 തൊട്ട് താഴേക്ക് 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അടിയിൽ 1 × 2 × 3 എന്ന് എഴുതാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 9c3 ആണ്. ഇനി 2 ക്യൂബ് എന്നുള്ളത് എത്രയാണ്? അവിടെ 2 ക്യൂബ് എന്നുള്ളത് 8. അത് എഴുതി വെച്ചു. ഇനി ഇവിടെ എക്സ് റേസ് ടു 6 എന്ന് കിട്ടി. നമുക്ക് വൈ റേസ് ടു 3 എന്നും കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3യുടെ കോഎഫിഷ്യൻ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. അവിടെ 672 ആണ് നമുക്ക് വാല്യൂ വരിക. 672. ഇവിടെ ഒന്നുകൂടി എടുത്തെഴുതി. t റേസ് ടു 4. 3 + 1 അവിടെ 4 കിട്ടി. അതായത് 4th ടേം. 4th ടേം ആണ് നമുക്കവിടെ കിട്ടുക. ഇനി 9 × 8 × 7 / 1 × 2 × 3. അപ്പോൾ 9c3 എഴുതി വെച്ചു. 2 ക്യൂബിനെ നമ്മൾ 8 എന്ന് എഴുതി. എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3. അപ്പോൾ എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3യുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി 3 9ൽ എത്ര പ്രാവശ്യം വെട്ടിപ്പോവും? 3 പ്രാവശ്യം അല്ലേ? 3 × 3 ആണ് 9. അപ്പോൾ അതിലൊരു 3യും ഒരു 3യും കട്ട് ചെയ്ത് പോയി. 2 8ൽ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. എങ്ങനെയാണ്? 4 × 2 ആണ് 8. അപ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്തു. 4 അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 3 × 4 × 7 × ഇവിടെ ഒരു 8 ബാക്കിയുണ്ട്. അപ്പോൾ 8. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 672 എന്ന് വരും. എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3 എങ്കിൽ കോഎഫിഷ്യൻ്റ് എത്ര? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നിൽ കിടക്കുന്ന നമ്പറാണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ 672 ആണ് കോഎഫിഷ്യൻ്റ്. എടുത്തെഴുതാം. Therefore, coefficient of x raised to 6 y raised to 3 equal to 672. പറഞ്ഞത് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ
എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഞങ്ങളോടുള്ള സപ്പോർട്ട് അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കിട്ടാത്ത കുട്ടികൾക്ക്, ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.